മധ്യപ്രദേശിലെ ജബൽപൂരിൽ വൈദികരടക്കം ആക്രമണത്തിനിരയായ സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. സംഭവം നടന്ന് 4 ദിവസത്തിന് ശേഷമാണ് FIR രജിസ്റ്റർ ചെയ്തത്. ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, 4 ദിവസത്തിന് ശേഷം കേസെടുക്കേണ്ടി വന്നു എന്ന് പറയുന്നതാണോ ശരി? തന്നെയാവും ശരി. കാരണം പോലീസിന്റെ മൂക്കിന് താഴെ നടന്ന, പോലീസ് നോക്കി നിൽക്കെ നടന്ന സംഭവം, അതിന്റെ ദൃശ്യങ്ങളൊക്കെ ലോകം മുഴുവൻ കണ്ടതുമാണ്. എന്നിട്ടും പോലീസ് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന ചോദ്യം പലതരത്തിൽ പോലീസിന് മുന്നിൽ ഉണ്ടായിരുന്നു. അതിലാണ് ഏറ്റവും ഒടുവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഒരുപാട് വകുപ്പുകൾ ഇല്ല എന്നതാണ് പ്രാഥമിക നമുക്ക് ലഭിക്കുന്ന വിവരം. എഫ്ഐആറിന്റെ പകർപ്പ് ഏതായാലും വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് ആ തരത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. ആർക്കെങ്കിലും പേര് ഇതിൽ എഫ്ഐആർ രേഖപ്പെടുത്തിയിട്ടുമില്ല. ചില ആളുകൾ എന്ന് മാത്രമാണ് ഉള്ളത്, അൺനോൺ പേഴ്സൺസ് എന്ന് മാത്രമാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നും മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ആരെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. നേരത്തെ തന്നെ എന്തുകൊണ്ട് കേസെടുക്കാൻ വൈകുന്നു എന്ന ചോദ്യത്തിന് നവരാത്രി ആഘോഷങ്ങൾക്കിടെ ഏതെങ്കിലും തരത്തിൽ നിയമ നടപടികൾക്ക് പോയാൽ അത് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതായിരുന്നു വൈദികരോട് അടക്കം പോലീസ് പറഞ്ഞിരുന്നത്. മാത്രമല്ല പ്രതികൾ ഒളിവിൽ പോയി എന്നും പറഞ്ഞിരുന്നു. അതിലാണ് അത്തരം മറുപടികൾ പറയുമ്പോഴും പോലീസിന് മേൽ വലിയ സമ്മർദ്ദം ഈ സമീപകാലത്ത് ഉണ്ടായി. അതേ തുടർന്നാണ് ഏറ്റവും ഒടുവിൽ പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തത്. ജബൽപൂരിൽ വൈദികരെ ആക്രമിച്ച സംഭവത്തിലാണ് 4 ദിവസത്തിന് ശേഷം പോലീസ് കേസെടുത്തത്.